സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിലീപിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ എല്ലാവരും തല്ലുന്നു, എല്ലാവരും കല്ലുപൊറുക്കി എറിയുന്നു, തല്ലുന്നവർക്ക് പോലും അറിയില്ല എന്തിനാണ് തല്ലുന്നതെന്ന് എന്നുള്ള തരത്തിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അത് വായിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത്, അതായത് ദിലീപ് നിരപരാധിയാണെന്ന് ദിലീപ് പറയുന്നു, എല്ലാം തെളിയിക്കുന്ന ഒരു ദിവസം വരും, അന്ന് നിങ്ങളെല്ലാവരും എന്നെ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതായത് ഞാനിപ്പോഴൊരു കേസിലാണ്, ആ കേസിനെ പറ്റി പറയാൻ എനിക്ക് കഴിയില്ല, എനിക്ക് അധികാരം എന്നൊക്കെയാണ് ദിലീപ് പറയുന്നത്. ആദ്യം തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, അതായത് നിവിൻ പോളി എന്ന് പറയുന്ന ആ നടനെ പറ്റിയാണ്. അതായത് നിവിൻ പോളിക്കെതിരെ ഒരു കേസ് വന്നിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒരു സ്ത്രീ കൊണ്ടുപോയിട്ട് അവരെ പീഡിപ്പിച്ചു എന്നുള്ള തരത്തിൽ ഒരു കേസ് കൊടുക്കുകയാണ്. പക്ഷേ ഈ ദിലീപിനെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരെ പോലെ ഈ നിവിൻ പോളി ഒളിച്ചോടിയിട്ടില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചില്ല, അല്ലെങ്കിൽ മറ്റൊന്നിനു പോലും ശ്രമിച്ചില്ല. നേരെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു, ഞാനിത് ചെയ്തിട്ടില്ല, ഞാനിത് തെളിയിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ നേരെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാജരായിട്ട്, അതായത് ഈ പബ്ലിക്കിനോടും എല്ലാവരോടും വിളിച്ചു പറയുകയാണ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ നിവിൻ പോളി പറഞ്ഞത്. അതായത് അയാൾ ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അയാൾ എന്ത് ചെയ്തു, അയാൾ എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയുകയാണ്, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന്. നേരെ മറിച്ച് മറ്റൊരാളും ഇതുപോലെ വന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പലതരത്തിലും പല നടന്മാർക്കെതിരെയും ഇതുപോലെയുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ മീട്ടു എന്ന് പറയുന്ന ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ പിന്നെ ഇതുപോലെയുള്ള ആരോപണങ്ങൾ നമ്മുടെ ഒരുപാട് നടന്മാർക്കെതിരെ വന്നിട്ടുണ്ട്. ഒരുപാട് തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യത്തിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒളിവിൽ പോവുകയാണ് അവരൊക്കെ ചെയ്തത്. ഒരാൾ പോലും ഞാനിത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അത് വന്നത് എനിക്ക് തോന്നുന്നത് ഈ നിവിൻ പോളി എന്ന് പറയുന്ന നടൻ മാത്രമാണ്. ഒരു പക്ഷേ ആരുടെയെങ്കിലും ഉപദേശം നിവിൻ അന്ന് കേട്ടിരുന്നുവെങ്കിൽ നിവിനും ഇതുപോലെ പെടുമായിരുന്നു. അതായത് നിവിനോട് പറയുകയാണ്, നീ തൽക്കാലം പിടികൊടുക്കണ്ട, ഒരു കാര്യം ചെയ്യാം, 2-3 ദിവസം കഴിഞ്ഞ് നമുക്ക് ജാമ്യത്തിന് അപേക്ഷിക്കാം, അത് കഴിഞ്ഞ് ജാമ്യം കിട്ടും, പിന്നെ തെളിയിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മളെല്ലാവരും തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് നിവിൻ പോളി കുറ്റക്കാരനാണ്, നിവിൻ പോളി ഇല്ലാത്തത്. അതായത് ഇനി എന്ത് വെറുതെ വിട്ട് കഴിഞ്ഞാലും നമ്മൾ പറയും നീ ഇല്ലാത്തതൊന്നും അല്ല, നിവിൻ പോളി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കും. പക്ഷേ നിവിൻ പോളി അങ്ങനെ ഒരു നിലപാടെടുത്തതുകൊണ്ടും അയാളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഞാൻ ഇവിടെയാണ് എന്നുള്ള തെളിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ അയാളുടെ മനസാക്ഷി, അതായത് മനസ്സിൻ്റെ ഉള്ളിൽ അയാൾക്കറിയാം അയാൾ തെറ്റുകാരനല്ല എന്ന്, അതുകൊണ്ടും അയാൾക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞ വിവരങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞു. നുണകളുടെ കൂമ്പാര കെട്ടുകൾ അഴിക്കേണ്ടി വന്നില്ല, അല്ലെങ്കിൽ നുണ പറയേണ്ടി വന്നില്ല, ഞാൻ എവിടെയാണെന്ന് ബബ്ബ അടിക്കേണ്ടി വന്നില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തതുകൊണ്ട് നിവിൻ പോളി അന്ന് ജനങ്ങളുടെ മുന്നിൽ നിന്നും, അതുമാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിൽ നിന്ന് തന്നെ അയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അയാൾ ഇന്നും സംശയത്തോടു കൂടിയാണ് കാണുക. അതായത് നീയൊക്കെ ആ ഒരു കേസിൽപ്പെട്ടവനല്ലടാ, ആ പെൺകുട്ടി ആ സ്ത്രീ നിൻ്റെയൊക്കെ പേര് പറഞ്ഞവനല്ലടാ, ഈ കേസ് തീരുമ്പോൾ ചിലപ്പോൾ 4-5 കൊല്ലം കഴിയും, എന്നാലും നമ്മൾ പറയും തീയില്ലാതെ പുകയുണ്ടാവില്ല, അവനുള്ളത് തന്നെ ആയിരിക്കുമെന്ന്. അതുപോലെ തന്നെ ഈ ദിലീപ് ഇന്നലെ പറയുന്നത് കേട്ടപ്പോൾ അയാൾ അങ്ങനെ ഒരു സത്യനാണെങ്കിൽ അയാൾ ഒരു കാര്യം ചെയ്തോടായിരുന്നോ, അയാൾക്ക് ആദ്യം തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ്, അന്ന് ഇവരുടെ പത്രസമ്മേളനവും വാർത്താ സമ്മേളനവും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും കൃത്യമായിട്ടുള്ള തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആരെയും പിടിച്ചുകൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും 80-83 ദിവസം അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്, അതിലൊരു സത്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ അയാളോടൊരു ദേഷ്യം എല്ലാവർക്കും തീർക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് എന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്, ദിലീപിന് എന്തോ ഒരു ചെറിയൊരു പ്ലാനിങ്ങും കയ്യും അതിനകത്ത് ഉണ്ട്, അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തത്. ഇനി അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ശരിയാണ്, കോടതി വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഓക്കെ, അയാൾ നിരപരാധിയാണ്, അത് തിരിച്ചു വരും, അയാൾക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാകാം. എനിക്ക് തോന്നുന്നത് ഇനി നിവിൻ പോളിയെ പോലെ ആരെങ്കിലും പറഞ്ഞിട്ട് ഇയാൾ ഇതായി പോയതാണോ, അതായത് നിങ്ങൾ തൽക്കാലം ഒന്നും നോക്കേണ്ട, നിങ്ങൾ പിടികൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് നിരപരാധിത്വം തെളിയിക്കാൻ അവസരം കിട്ടിയില്ലേ എന്നുപോലുമുള്ള സംശയം മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ തെളിവുകളും സാഹചര്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ദിലീപിന് എന്തെങ്കിലും കൈയുണ്ടാകാം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ ദിലീപ് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുമോ. പിന്നെ പൾസർ സുനി എന്ന് പറയുന്നവൻ ലോക ഉടായ്പുകാരനാണ്. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവന് വിശ്വസിക്കാൻ കഴിയില്ല. അവൻ എന്താ വെച്ചാൽ പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്നുള്ളതാണ്. സ്വന്തം അമ്മയെ വരെ വേണമെങ്കിൽ അവൻ കൂട്ടിക്കൊടുക്കും. അങ്ങനെയുള്ള ഒരു മൈൻഡുള്ള ഒരു കൊടും ക്രിമിനൽ തന്നെയാണ് ഈ പൾസർ സുനി എന്ന് പറയുന്നവൻ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്ക് പൂർണ്ണമായിട്ടും അവന് വേണമെങ്കിൽ ആരെ വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാം. അതായത് അവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു കുഴപ്പവുമില്ല, എല്ലാവരും ആ ഒരു നടൻ്റെ പുറകെയും പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തെങ്കിലും ഉള്ളിൽ കളി നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പൾസർ സുനി എന്ന് പറയുന്ന കൊടും ക്രിമിനലുമായിട്ട് ദിലീപിനുള്ള ബന്ധം കൃത്യമായിട്ട് എന്താണ്? നമ്മളൊക്കെ കേൾക്കുന്ന എന്താ, ഓരോ ലൊക്കേഷനിൽ പോകുന്നു,
പോകുന്നതും അതുപോലെ തന്നെ അവിടെയുള്ള ക്യാമറയിൽ പതിയുന്നതും CCTVകളിൽ പതിയുന്നതും ഇങ്ങനെയുള്ള ഒരുപാട് തെളിവുകളാണ് പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മരിച്ചുപോയ ബാലചന്ദ്രകുമാർ അയാൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അയാൾ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു കേട്ട ചില കാര്യങ്ങൾ, ഇതൊക്കെയാണ് തെളിവുകളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ദിലീപിനെ തകർക്കാനുള്ള കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ദിലീപിനോട് ആർക്കെങ്കിലും അതുപോലുള്ള ശത്രുതയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഒന്നാമതെന്ന് പറഞ്ഞാൽ ദിലീപ് ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കണ്ണീര് കുടിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ്. അതായത് തിലകം മുതൽ അങ്ങനെയുള്ള ഒരുപാട് പേരെ, വിനയനൊക്കെ എന്ന് പറഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാക്കിയിരിക്കുന്ന ഒരു സമയത്താണ് ഒരു വലിയൊരു വിലക്കും കാര്യങ്ങളൊക്കെ വിനയനെതിരെ വരുന്നത്. അതോടുകൂടിയിട്ട് വിനയൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ, അതായത് അയാളുടെ ഒരു കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ശക്തി ഇപ്പുറത്ത് നിൽക്കുമ്പോഴും അയാൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോരാടുന്നു, അയാളുടെ ചിത്രീകരണങ്ങൾ തടസ്സപ്പെടുന്നു, അയാളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് വരെ, അതുപോലെ തന്നെ അയാളുടെ അഡ്വാൻസ് വാങ്ങിച്ച സിനിമാക്കാർക്കെല്ലാം എന്ന് പറഞ്ഞിട്ട് വിലക്ക് വരുന്നു, അയാൾ കൊണ്ടുവന്ന സിനിമാ താരങ്ങൾ വരെ അയാളുടെ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് നട്ടലുള്ള ഒരു രണ്ടോ മൂന്നോ സിനിമാക്കാർ ഞങ്ങൾ വിനയൻ്റെ സിനിമയിൽ അഭിനയിക്കും എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് തന്നെയാണ്, 2 തിലകനാണ്, 3 ക്യാപ്റ്റൻ രാജു, അതുപോലെ സ്ഫടികൻ ജോർജ് ഉണ്ട്, പിന്നെ മാള അരവിന്ദനുണ്ട്. മാള അരവിന്ദനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിൻ്റെയൊക്കെ 3ഓ 4ഓ പടങ്ങൾ ഒഴിവാക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ മാള അരവിന്ദനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിനയൻ്റെ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇന്ന സിനിമകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന്. അത് മാള അരവിന്ദൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റോഡിലിറങ്ങി തെണ്ടും, ഇല്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ പറയുക ജോലി നാടൻ പണിക്ക് പോകും, എന്നാലും ഈ ഒരാളെ ചതിക്കാൻ മാത്രം ഞാൻ നിൽക്കത്തില്ല എന്ന് മാള അരവിന്ദൻ എന്ന് പറയുന്നയാൾ നിലപാടെടുത്തു എന്നുള്ളതാണ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അയാളുടെ മരണശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ചർച്ചയാകണമെങ്കിൽ അന്ന് അയാളെടുത്ത നിലപാട് തന്നെയാണ്. നേരെ മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലരും എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് അഡ്വാൻസ് തിരിച്ചു കൊടുത്തവരുണ്ട്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എല്ലാവരും ജീവിക്കുന്നത് സിനിമ കൊണ്ട് തന്നെയാണ്. ചില ആൾക്കാർക്ക് നിലപാടായിരിക്കും വലുത്, പക്ഷേ ചില ആൾക്കാർക്ക് പൈസ തന്നെയാണ്, കാരണം പൈസക്ക് പൈസ തന്നെ വേണം. നിലപാട് കൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടു കൊടുത്താൽ നമുക്ക് ആരും അരിയൊന്നും മേടിച്ച് തരത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ദിലീപ് ഒരുപാട് പേര് ദ്രോഹിക്കാൻ കൂട്ടി നിന്നിട്ടുണ്ട്. അതുമാത്രവുമല്ല ഈ പിന്നെ മഞ്ജു വാര്യരെ പോലെയുള്ള ഒരു നടിയെ ഡിവോഴ്സ് ചെയ്തതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് തന്നെ ഒരു അകൽച്ച ദിലീപിനോട് തോന്നിയിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഈ ദിലീപും മഞ്ജു വാര്യരും ഒരുമിച്ച് നിൽക്കുമ്പോഴായിരുന്നു കൂടുതൽ അവരുടെ ജീവിതം സൗന്ദര്യം. അത് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട്, അതായത് ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ കാവ്യ മാധവൻ്റെ ആദ്യത്തെ ഭർത്താവ് അയാൾ അനുഭവിച്ച വേദനകൾ, അയാളുടെ കുടുംബം തകർക്കാൻ വേണ്ടി ദിലീപ് കൂട്ടുനിന്നു എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദിലീപ് നല്ല നടനും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഓരോ സിനിമകൾ TV-യിൽ വരുമ്പോഴേ നമുക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം വരും. കാരണം ഇന്ന് എവിടെ എത്തേണ്ട നടനാണ്, മലയാള സിനിമയുടെ ഗതി തന്നെ ഒരുപക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ കഴിയുന്ന ഒരു നടനാണ്. അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ആരും ഏറ്റെടുക്കാനില്ലാത്ത ഒരു സിനിമ ഏറ്റെടുത്ത് വിജയിപ്പിച്ച് അത് പൈസ അമ്മ സംഘടനയ്ക്ക് കൊടുത്ത ഒരു വലിയൊരു നടൻ തന്നെയാണ് ദിലീപ്. പക്ഷേ ദിലീപിൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ ഒരുപാട് പാളിച്ചകൾ, അതുപോലെ തന്നെ ദിലീപ് എടുത്ത ചില തീരുമാനങ്ങൾ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് വീണ അപകടങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് ദിലീപ് എന്ന് പറയുന്ന നടനെ ഇപ്പോഴും ജനങ്ങളെല്ലാവരും വെറുക്കുന്നതിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. എല്ലാവരും പറയുന്നുണ്ട് ഇതിപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപിൻ്റെ തിരിച്ചുവരവായിരിക്കും എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാര ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഈ ലിസ്റ്റൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഇയാളുടെ നിർമ്മാണമാണ് ഈ ഒരു സിനിമ. അപ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിവിൻ പോളിയെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞ ലിസ്റ്റിനോട് നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ട്. അതൊക്കെ സിനിമയെ ബാധിക്കുമോ എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ദിലീപ് തിരിച്ചു വരട്ടെ, അയാൾ നിരപരാധിയാണെങ്കിൽ തിരിച്ചു വരട്ടെ, ഇനി അയാൾ അപരാധിയാണെങ്കിൽ ശിക്ഷിക്കട്ടെ, അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര വലിയവനായി കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൽ വളരെയധികം സൂക്ഷ്മതയോട് കൂടിയിട്ടും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിമിനലുകളുമായിട്ടുള്ള സഹവാസങ്ങളെ അതെപ്പോഴും ഒഴിവാക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്, നമ്മുടെ ജീവിതത്തിന് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.